പ്രതിഭയായിരുന്നു. അതിന് എന്നും ആ അതുല്യ പ്രതിഭ എന്ന പേരിന് അവർ അർഹനായി. അവർ കിതാബ് ദർസ് നടത്തുമ്പോൾ നമുക്കറിയാം, അത് ഉദാഹരണം സഹീൽ ബുഖാരിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവർ ശ്രമിച്ചത് വിശുദ്ധമാവുന്നതായ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അതിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അപ്പം അതിനെ സഹായിക്കുന്നതായ ഏതെല്ലാം ഹദീസുകളുണ്ടോ ആ ഹദീസുകളൊക്കെ വളരെ വ്യക്തമായ നിലക്ക് അവർ ബയാൻ ചെയ്യുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ആ മുന്നിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ അവർക്കത് മനസ്സിലാവും. ശ്രദ്ധിക്കാത്തവർ പലരും ഉണ്ടാവും, ശ്രദ്ധിക്കണവർക്ക് അത് മനസ്സിലാവും എന്നുള്ള അർത്ഥം. അപ്പം അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ദർസിൻ്റെ ശൈലി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏത് ഹദീസുകൾ വായിച്ചാലും ആ ഹദീസുകൾക്കൊക്കെ ചിലപ്പോൾ അധിക ഹദീസുകൾക്കും നമ്മൾ മനസ്സിലാക്കാത്ത ഒരർത്ഥം ബഹുമാനപ്പെട്ടവർ പറയും. അപ്പം നമുക്കും തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങളൊക്കെ പൂർണ്ണമായ നിവാരണമായിരിക്കും മൂപ്പര് പറയുന്നതായ അവരുടെ ആ വ്യാഖ്യാനം, അവരെ അതിൻ്റെ ആ തദ്രീസിൽ അവർക്കുള്ളതായ ആ തഹ്ഖീഖാത്തുകളൊക്കെ. അപ്പോൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ദർസിൽ പങ്കെടുത്ത പലരും പറഞ്ഞിട്ടുണ്ട്. പലർക്കും നിരീശ്വരവാദത്തിനെ പറ്റിയുള്ളതായ ചില ചിന്തകൾ മനസ്സിൽ വന്നു. അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ അവർ ദർസിൽ പങ്കെടുത്ത ദിവസം കുറേ മുമ്പ് തന്നെ ഈ ചിന്ത അവരെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ അതിനോട് ബന്ധപ്പെട്ടതായ ഒരു ഹദീസായിരുന്നു ബയാൻ ചെയ്തത്. അപ്പം അന്ന് ആ ഹദീസിനെ ബഹുമാനപ്പെട്ടവർ അവിടെ ചർവണം ചെയ്തുകൊണ്ട് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഈ ആൾക്ക് തോന്നി, ഈ ഉസ്താദിന് തോന്നി ഇതിൻ്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുകയാണ്. അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ളതായ സംശയങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലാക്കി കൊണ്ടിട്ട് ആ സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞും കൊണ്ടിട്ട് നിരീശ്വരവാദത്തിലെയും അതുപോലുള്ള മറ്റ് ഏതെല്ലാം ഇസ്ലാമിനോട് എതിരായ വാദങ്ങളുണ്ടോ ഈ വാദങ്ങളൊക്കെ അതിന് ഖണ്ഡിക്കാൻ പറ്റുന്ന നിലക്കുള്ള അവതരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ള അവതരണങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി അത് അതുല്യ പ്രതിഭ എന്ന് എല്ലാവരും പറയാൻ കാരണം.